പറഞ്ഞെന്താ വർഗീയ പാർട്ടിയാണെന്ന നിലപാടാണ്. ഒരു കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോ UDF പറയാൻ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു ആശയമുണ്ട്. എന്താണ്? ഒരു ഭാഗത്ത് നിൽക്കുന്ന വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയും PDPയും കൂടി കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. അങ്ങനെ കൂട്ടിക്കെട്ടൽ സാധ്യമാണ്. ഈ UDFന്റെ ഭാഗമായിട്ടല്ലേ 2001 2 മണ്ഡലങ്ങളിൽ ഈ PDP പ്രവർത്തിച്ചത്? ഈ PDP 2 ഇടങ്ങളിൽ മത്സരിച്ചിട്ടില്ലേ? കഴക്കൂട്ടത്ത് മത്സരിച്ചിട്ടില്ലേ? അതേപോലെ കുന്നമംഗലത്ത് മത്സരിച്ചിട്ടില്ലേ? ഈ 2ഇടത്തും മത്സരിച്ചത് അന്ന് UDFന്റെ ഭാഗമായിട്ട് PDP ആണ് മത്സരിക്കുന്നത്. 2 സീറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഈ PDP ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? എന്തത്? PDPയും വെൽഫെയർ പാർട്ടി PDP നിങ്ങൾക്ക് സഹകരിപ്പിക്കാം, ജമാഅത്തെ ഇസ്ലാമിയെ സഹകരിപ്പിക്കാൻ പറ്റില്ല. വ്യക്തമായ കാരണമുണ്ട്. PDPയെ കുറിച്ച് പാർട്ടിക്ക് അന്നും ഇന്നുമുള്ള നിലപാട് അത് സാമൂഹിക നീതിയും രാഷ്ട്രീയ നീതിയും നിഷേധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സംഘടനയാണ് PDP എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താ? തീവ്രവാദത്തിന്റെ അംബാസഡറാണ്. ആര് പറഞ്ഞു? അബ്ദുൽ നാസർ മദനി. ആര് പറഞ്ഞു? പി ജയരാജൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പാർട്ടി എൻഡോൺ ചെയ്തോ? പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് പാർട്ടി അംഗീകരിച്ചോ? പാർട്ടി എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിണറായി വിജയൻ മാത്രമാണ് പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിലെ ഏതോ ഒരു നേതാവ് പറയുന്നതാണ്. എന്താണിത്? പാർട്ടിയുടെ ആ പുസ്തകത്തിന്റെ പ്രകാശന വേളയിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമല്ലാത്ത ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ വാക്കുകളെ എൻഡോഴ്സ് ചെയ്തു? ഇല്ലല്ലോ. അത് തിരുത്തുകയാണ് പറഞ്ഞത്. അതിന്റെ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് എനിക്കിതിൽ അഭിപ്രായ വ്യത്യാസമുള്ള പല കാര്യങ്ങളുമുണ്ട് ഈ വിഷയത്തിലടക്കം എന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ നിൽക്കല്ലേ ഒരു നിമിഷം, അതിൽ നിൽക്കല്ലേ ഞാൻ ഈ പറയുന്നത് കേൾക്കൂ. PDPയുമായി ബന്ധപ്പെട്ട് തീവ്രവാദത്തിന്റെ അംബാസിഡർ എന്നൊരു നിലപാട് CPM ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. ശരിയാണ്, പല പ്രകോപനപരമായ പ്രസംഗങ്ങളുണ്ട്. ഈ പ്രകോപനപരമായ പ്രസംഗങ്ങളുടെ പേരിൽ കേസെടുത്തത് ആരാ? UDF ആണ് കേസെടുത്തിരിക്കുന്നത്. ഈ UDF എടുത്തിരിക്കുന്ന കേസുകളുടെ പുറത്തല്ലേ പല സെഷൻസ് കോടതികളിലും വിചാരണ നടന്ന് ഏതെങ്കിലും ഒരു കേസ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോ ഈ നിമിഷം നമ്മൾ സംസാരിക്കുന്ന നിമിഷം വരെ PDPയുമായി ബന്ധപ്പെട്ട് അതാണ് എനിക്ക് പ്രേക്ഷകരോടും ഒപ്പം തന്നെ സുജയ പാർവതിയോടും ഒപ്പം സ്മൃതിയോടും ആന്റോകേഷനോടും ചോദിക്കാനുള്ളത്. PDPക്ക് ഇന്നേ വരെ ഈ നിമിഷം വരെ 302ന്റെ പേരിൽ ഒരു കേസ് ഈ കേരളത്തിലോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ടോ? അല്ലല്ല, ഒരൊറ്റ മിനിറ്റ്. ഞാൻ ഈ അബ്ദുൽ നാസർ മദനിക്കെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ചർച്ച നടത്തിയിട്ടുള്ള ആളാണ്. ഞാൻ അബ്ദുൽ നാസർ മദനിക്കെതിരാണെന്നും പറയണല്ല. തീവ്ര നിലപാട് അന്ന് ഇവിടെ നായനാരാണ് പിടിച്ചു കൊടുക്കുന്നതെന്നേ. നയനാര് പിടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ വാദം നീണ്ടുപോകുന്നു. അല്ലല്ല, നയനാര് പിടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. നയനാര് പിടിച്ചു കൊടുക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആര് പറഞ്ഞിട്ടാണ് നയനാര് പിടിച്ചു കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് പിടിച്ചു കൊടുക്കേണ്ടി വന്നത്? കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസ് കേരള പോലീസാണോ അന്വേഷിച്ചത്? കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസ് അന്വേഷിച്ചത് തമിഴ്നാട് പോലീസ്. അന്ന് തമിഴ്നാട് പോലീസ് ആവശ്യപ്പെട്ട സമയത്ത് ബാന്ധവമുണ്ടായിരുന്ന CPM കേരള പോലീസിനെ വിടാതെ അറസ്റ്റ് ചെയ്യാതെ മദനിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത്? നിയമത്തിന്റെ വഴിക്ക് പോകും. കൃത്യമായി പോലീസ് അനവാർശേരിയിൽ എത്തി പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മളല്ലേ സംപ്രേഷണം ചെയ്തത്? CPM ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച മദനിയോട് ചെയ്തു എന്ന നിലപാടിനുള്ള ഏറ്റവും വലിയ തടസ്സമല്ലേ ഈ പറയുന്ന കാഴ്ച?